വെൽക്കം ബാക്ക്. ബൈപ്പോളർ ഡിസോർഡർ 1 എന്താണ്, 2 എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു കാറ്റഗറി കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി ഡിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ട മൂഡിൽ വരുന്ന മാറ്റങ്ങൾ, മൂഡ് സ്വിങ്സ്, ഫ്ലക്ച്വേഷൻസ്, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. പക്ഷേ അത്രമാത്രം സിവിയർ ആയിരിക്കില്ല. വളരെ മൈൽഡായ ബി പി ഡിയുടെ ഒരു മൈൽഡായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഫോമാണ് സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ 2 വർഷങ്ങൾ തുടർച്ചയായിട്ട് സ്ഥിരമായി അപ്സും ഡൗൺസും സാധാരണ ബി പി ഡിക്ക് ഉണ്ടാകുന്നത് പോലെ ഉണ്ടായിരിക്കുക, പക്ഷെ അത്രമാത്രം സിവിയർ അല്ല. അത് മാനിക്, ഹൈപ്പോമാനിക്കിലാണെങ്കിലും ഡിപ്രസീവ് മൂഡുകളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാവുക, പക്ഷെ അത് ഹൈപ്പോമാനിക് ആണെന്ന് പറയാൻ മാത്രമില്ല, അല്ലെങ്കിൽ അതൊരു മേജർ ഡിപ്രസീവ് എപ്പിസോഡാണെന്ന് പറയാൻ മാത്രമുള്ളതില്ല, പക്ഷെ ഉണ്ട്, അത്രയില്ല. ആ ഒരു അവസ്ഥയാണ് സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അത് 2 വർഷമെങ്കിലും അതുണ്ടാവുകയും അതിനിടയ്ക്ക് തന്നെ ഇൻ ബിറ്റ്വീൻ മൂഡ് സ്വിങ് ഉണ്ടാകുന്ന സമയത്ത് 2 മാസമൊക്കെ അത് നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും പലപ്പോഴും. പക്ഷെ നമുക്കതൊരു മേജർ ബി പി ഡി ആണെന്ന് പറയാനുള്ള അത്രമാത്രം സിവിയറിറ്റി ഇതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത് അത്രമാത്രം സിവിയർ അല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളും അത് എല്ലാവർക്കും ഉള്ളതായിരിക്കും എന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകാറില്ല. ഇവിടെയും സൈക്കോളജിക്കൽ ആൻഡ് സൈക്കാട്രിക് ലെവൽ ട്രീറ്റ്മെൻറ്റ് സമന്വയിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമോ ചിലപ്പോൾ ഇതിന് ഫലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതൊരു ചികിത്സയാണെങ്കിലും ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കോഴ്സ്. ഓരോ ആളുകളുടെ മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സൈക്ലോതൈമിക് ചിലപ്പോൾ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷനിൽ മാത്രം, ടോക്ക് തെറാപ്പി ആണെങ്കിലും ഗ്രൂപ്പ് തെറാപ്പി ആണെങ്കിലും അങ്ങനെ പല CBT എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് പരിഹാരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ചില ആളുകൾക്ക് മെഡിക്കേഷൻ നിർബന്ധമായിട്ട് വരും. ഈ സൈക്ലോതൈമിക് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ മെഡിസിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ ഒരുപക്ഷെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇൻബിറ്റ്വീൻ അത് നിർത്തുകയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും വീണ്ടും പ്രോബ്ലം വരികയും വീണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോമാനിക് അല്ലെങ്കിൽ ഒരു മാനിക് അല്ലെങ്കിൽ ഡിപ്രസീവായിട്ടുള്ള എപ്പിസോഡുകളുടെ അത്രയും ലക്ഷണങ്ങൾ ഇതിനകത്ത് കാണുന്നില്ല. അതിനേക്കാൾ കുറച്ചും കൂടെ കുറഞ്ഞ അവസ്ഥയിലാണ് നമ്മളിത് കാണുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഒരു ചാർട്ടിലായിട്ട് നമ്മളൊന്ന് കാണുകയാണ്. ബൈപ്പോളർ ഡിസോർഡർ 1 അതിനകത്ത് അത് മാനിയക്കായിരിക്കും. ഹൈപ്പോമാനിയ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഡിപ്രഷൻ അതും ഒരുപക്ഷെ ഉണ്ടായേക്കാം. മാനിക് എന്തായാലും ആയിരിക്കും. ബൈപ്പോളർ 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് മാനിക് അല്ല അത്. അതേസമയം അവിടെ ഹൈപ്പോമാനിക് ആയിരിക്കും. അതോടൊപ്പം എന്തായാലും അവിടെ മേജറായിട്ടുള്ള ഡിപ്രസീവായിട്ടുള്ള എപ്പിസോഡുകൾ എന്തായാലും അതിനകത്ത് ഉണ്ടായിരിക്കും. അല്പം കൂടെ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ ബൈപ്പോളർ 1ഉം 2ഉം തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നിൽ മാനിയ ഉണ്ടായിരിക്കും, രണ്ടാമത്തേൽ മാനിയ ഉണ്ടാവില്ല. ഹൈപ്പോമാനിയ രണ്ടാമത്തേതിൽ ബൈപ്പോളർ 1ൽ ഉണ്ടായേക്കാം, രണ്ടാമത്തേതിൽ എന്തായാലും ഉണ്ടാകും. ബൈപ്പോളർ 1ൽ ഡിപ്രഷൻ ഒരുപക്ഷെ ഉണ്ടാകാം, ബൈപ്പോളർ 2ൽ എന്തായാലും ഡിപ്രഷൻ ഉണ്ടായിരിക്കും. സൈക്കോസിസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലും ബൈപ്പോളർ 1ലാണ്. ബൈപ്പോളർ 2ൽ അത് വളരെ ലെസ് ആയിട്ടുള്ള സാധ്യതകൾ മാത്രമാണുള്ളത്. അതേപോലെ തന്നെ ബൈപ്പോളർ 1ൽ ഹോസ്പിറ്റലൈസേഷൻ മിക്കവാറും വേണ്ടി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാനിക് ആയിട്ടുള്ള ഹൈ ലെവലിലേക്ക് വരുന്ന സമയത്ത് അത് എന്തായാലും മിക്കവാറും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും. അതേസമയം അതിനകത്ത് ബൈപ്പോളർ 2ൽ അത്രമാത്രം അത് വേണ്ടി വരില്ല. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബൈപ്പോളർ 1ന് മൂഡ് സ്റ്റെബിലൈസേഴ്സും തെറാപ്പിയും ആൻറ്റിസൈക്കോട്ടിക്സും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ചികിത്സയാണെങ്കിൽ മൂഡ് സ്റ്റെബിലൈസേഷൻ തെറാപ്പി, ടോക്ക് തെറാപ്പികളാണ് ബൈപ്പോളർ 2ന് നമ്മൾ ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി CBT ഇതിനകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.